പെരിയ ഇരട്ടക്കൊലക്കേസിൽ വിചാരണ അന്തിമഘട്ടത്തിൽ. കേസിൽ 24 പ്രതികളാണുള്ളത്. 2021 ഡിസംബറിൽ CBI കുറ്റപത്രം സമർപ്പിച്ച കേസിൽ കലൂരിലെ പ്രത്യേക CBI കോടതിയിലാണ് വിചാരണ നടക്കുന്നത്. CBI ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരുടെ വിസ്താരമാണ് ഇനി പൂർത്തിയാകാനുള്ളത്. രാഷ്ട്രീയ വൈരാഗ്യം മൂലം CPM ക്രിമിനൽ സംഘം കാസർഗോഡ് പെരിയയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷ്, ശരത്ലാൽ എന്നിവരെ 2019 ഫെബ്രുവരി 17 വെട്ടിക്കൊലപ്പെടുത്തിയതാണ് കേസ്. കേസിൽ 24 പ്രതികളാണുള്ളത്. A. പീതാംബരനാണ് ഒന്നാം പ്രതി. ഉദുമ മുൻ MLA-യും CPM നേതാവുമായ KV കുഞ്ഞിരാമനും കേസിൽ പ്രതിയാണ്. പ്രതികളിൽ 16 പേർ ജയിലിലാണുള്ളത്. CBI അഡീഷണൽ SP അനന്തകൃഷ്ണൻ, ക്രൈംബ്രാഞ്ച് DYSP ആയിരുന്ന PM പ്രദീപ് എന്നിവരെയാണ് ഇനി വിസ്തരിക്കാനുള്ളത്. പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്ന് 150 സാക്ഷികളെ വിസ്തരിച്ചു. CBIക്ക് വേണ്ടി അഡ്വക്കേറ്റ് ബോബി ജോസഫാണ് ഹാജരാകുന്നത്. ആദ്യം ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച കേസ് പിന്നീട് CBI ഏറ്റെടുക്കുകയായിരുന്നു. പെരിയ ഇരട്ടക്കൊലപാതകം CPM പ്രാദേശിക നേതാവ് പീതാംബരന്റെ വ്യക്തിവിരോധം കൊണ്ടുണ്ടായതാണെന്നും തനിക്ക് അടുപ്പമുള്ള CPM പ്രവർത്തകരുമായി ചേർന്ന് കൊലപാതകം നടത്തുകയായിരുന്നുവെന്നുമായിരുന്നു ക്രൈംബ്രാഞ്ച് കേസ്. കൊല നടത്താനുള്ള ഗൂഢാലോചനയിൽ പങ്കെടുത്തെന്നും കൊല നടത്തിയവർക്ക് സഹായം ചെയ്തെന്നും വ്യക്തമായ 5 പേരെ അന്വേഷണം ഏറ്റെടുത്തതിന് പിന്നാലെ CBI അറസ്റ്റ് ചെയ്തിരുന്നു. ആദ്യം കേസ് അന്വേഷിച്ച ക്രൈംബ്രാഞ്ച് 14 പേരെയായിരുന്നു അറസ്റ്റ് ചെയ്തിരുന്നത്. രണ്ടാം പ്രതി സജി ജോർജിനെ കസ്റ്റഡിയിൽ നിന്ന് ബലമായി മോചിപ്പിച്ച KV കുഞ്ഞിരാമൻ അടക്കമുള്ള നേതാക്കളും CPM പ്രതിപട്ടികയിലുണ്ട്. ജനം, കൊച്ചി.